ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷൻ ആണ്. അതായത് ലാസ്റ്റ് വീക്കിൽ കമന്റ് ബോക്സിലും DMസിലും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ട്യൂസ്ഡേ Q&A ആയിട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഒന്നൊക്കെ കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ലാസ്റ്റ് വീക്കിൽ നമ്മൾ സാലിസിലിക് ആസിഡ് സിറത്തിനെ പറ്റി നല്ല സ്പോട്ട് ട്രീറ്റ്മെന്റ് ആണോ നല്ലത് എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഈ പ്രാവശ്യം സാലിസിലിക് ആസിഡ് ഫേസ് വാഷിനൊക്കെ പറ്റി കുറച്ചധികം ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഞാൻ എപ്പോഴും പറയാറുണ്ട്, സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് നമുക്ക് ഒരിക്കലും വിറ്റാമിൻ സി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റോട് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ വരുന്നൊരു കൺഫ്യൂഷനാണ്. ഇത് നോർമലി എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്. ഫസ്റ്റ് എന്താണ് സാലിസിലിക് ആസിഡ് എന്ന് നോക്കിയാൽ, സാലിസിലിക് ആസിഡ് എന്ന് വെച്ചാൽ ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നത് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ടും ഈവൻ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസിന് അളവ് കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും സാലിസിലിക് ആസിഡ്. കാരണം ഇത് നമ്മുടെ പോസിൽ ഇറങ്ങിച്ചെന്ന് അതിനൊന്ന് ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതൊരു നല്ല ലോ pH ലുള്ള ആസിഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിറ്റാമിൻ സിയും അതുപോലെ തന്നെ ഒരു ലോ pH ലുള്ള ആസിഡ് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ pH ഓൾട്ടർ ചെയ്യും. അത് കാരണം നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരികയും ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അധികം pH ചേഞ്ച് വരുന്നില്ല. മാത്രമല്ല അത് ലോങ് പീരീഡിൽ നമ്മുടെ ഫേസിൽ നിൽക്കുന്നില്ല. മാക്സിമം ഒരു 60 സെക്കൻഡ്സ് മാത്രമേ നമ്മളൊരു ഫേസ് വാഷ് ഫേസിൽ ഇടാറുള്ളൂ. അതിനുശേഷം നമ്മൾ കഴുകിക്കളയാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ സാലിസിലിക് ആസിഡ് ട്രേസ് നമ്മുടെ ഫേസിൽ ഉണ്ടാവാറില്ല. സോ നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന് ശേഷം വിറ്റാമിൻ സി സിറം ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും. കാരണം ഒരേ സമയത്ത് രണ്ടും നമ്മുടെ സ്കിന്നിൽ വരുന്നില്ല. ഫേസ് വാഷ് നമ്മൾ കഴുകിക്കളഞ്ഞ് ദെൻ നമ്മൾ വിറ്റാമിൻ സി സിറം ആണ് ഇടുന്നത്. ഇത് ആക്ച്വലി വിറ്റാമിൻ സിക്ക് വർക്ക് ചെയ്യാനായിട്ടും കുറച്ചും കൂടെ നല്ലതാണ്. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വിറ്റാമിൻ സി സിറം യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ നമ്മൾ സാലിസിലിക് ആസിഡ് സിറവും വിറ്റാമിൻ സി സിറം കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെയാണ് മറ്റുള്ള ആക്റ്റീവ്സ്. ഗ്ലൈക്കോളിക് ആസിഡ് സിറം യൂസ് ചെയ്യുമ്പോൾ, ലാക്റ്റിക് ആസിഡ് സിറം യൂസ് ചെയ്യുമ്പോൾ, ഈവൻ റെറ്റിനോൾസ് യൂസ് ചെയ്യുമ്പോൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷിനൂടെ ഇതെല്ലാം യൂസ് ചെയ്യാം. പക്ഷേ സാലിസിലിക് ആസിഡ് സിറത്തിന്റെ കൂടെ ഇതൊന്നും യൂസ് ചെയ്യാനും പാടില്ല. ഇപ്പൊ ഈ കൺഫ്യൂഷൻ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ ആക്റ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആക്റ്റീവ്സ് അടങ്ങിയ സിറംസ്, പ്രത്യേകിച്ചും ഗ്ലൈക്കോളിക് ആസിഡ് 5% മുകളിലോട്ടാണെങ്കിൽ, സാലിസിലിക് ആസിഡ് 2% ആണെങ്കിൽ, അല്ലെങ്കിൽ AHA BHA പീലിംഗ് സൊല്യൂഷൻസ് ആണെങ്കിൽ, ലാക്റ്റിക് ആസിഡ് 7% മുകളിലോട്ടാണെങ്കിൽ, അതല്ലെങ്കിൽ മെന്റലിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീക്കിലി വൺസ് ഒക്കെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അപ്പൊ എല്ലാവരും ചോദിച്ചു വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്താൽ ഇഷ്യൂ ഉണ്ടോന്ന്. ഇത് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആവും. എങ്ങനെയാന്ന് വെച്ചാൽ, സാലിസിലിക് ആസിഡ് സിറം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എക്സ്ട്രീംലി ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ വീക്കിലി ട്വൈസോ അല്ലെങ്കിൽ വീക്കിലി ത്രൈസ് വരെ അവരുടെ സ്കിന്നിന് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു അത്ര ഓയിൽനെസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ചെറിയ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒരു കോമ്പിനേഷൻ സ്കിൻകാർക്കൊക്കെ ആണെങ്കിൽ വീക്കിലി 2 പ്രാവശ്യം പോലും ചിലപ്പോൾ ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റണം എന്നില്ല. നമ്മുടെ സ്കിന്നിന്റെ മെച്യൂരിറ്റി അനുസരിച്ചും നമ്മുടെ സ്കിന്നിലെ ആക്റ്റീവ്സ് എത്രത്തോളം ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് ഇത് വീക്കിലി വൺസ് ആണോ ട്വൈസ് ആണോ ത്രൈസ് ആണോ യൂസ് ചെയ്യേണ്ടത് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മളൊരു പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോ ഒരു വീക്കിലി 3 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് കണ്ടു തുടങ്ങി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വീക്കിലി വൺസിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ 2 പ്രാവശ്യം ആക്കാം. ഇത് നമുക്കറിയാലോ നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം ആക്റ്റീവ്സ് ടോളറേറ്റ് ചെയ്യും എന്നുള്ളത്. കാരണം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 3 വീക്ക്ലി ത്രൈസ് ഒന്നും ടോളറേറ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളത് കുറച്ച് മെച്ചുവേർഡ് സ്കിൻ ആണെങ്കിൽ, അതായത് ഒരു 30 എബോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മുടെ സ്കിന്നിന്റെ മെച്യൂരിറ്റി അനുസരിച്ചും ടോളറൻസ് അനുസരിച്ചും ഡിഫറൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും സേഫ് സോണിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ സ്കിൻ ഒരു തരത്തിൽ പോലും നിങ്ങൾ ആ റിസ്ക് എടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വീക്കിലി വൺസോ ട്വൈസോ മാത്രമേ യൂസ് ചെയ്താൽ മതി, ട്രൈസിലോട്ടൊന്നും പോവണ്ട എന്നുള്ള ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ അടുത്തൊരു ഫാക്ടർ എന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിലല്ല നമ്മുടെ ബോഡിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്താലും ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഈ ആക്റ്റീവ്സ് ഡെയിലി യൂസ് ചെയ്താൽ കുഴപ്പമുണ്ടോ, അതായത് ഇപ്പൊ 7% ഉള്ള ആക്റ്റീവ്സ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 7% അല്ലാണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിന് രണ്ടിനും ഉള്ള ആൻസർ എന്താന്ന് വെച്ചാൽ, ഗ്ലൈക്കോളിക് ആസിഡ് 5 to എബോ ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതായത് എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും 5% എബോ ആണെന്ന് വരുമ്പോൾ. പക്ഷേ
ഇതേ ഗ്ലൈക്കോളിക് ആസിഡ് ഒരു 1 to 2% ആണെങ്കിൽ അധികം എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി അതിനകത്ത് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് അത് മാത്രമല്ല, ആ പ്രോപ്പർട്ടിക്ക് പകരം അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അതിനകത്തൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്, അതായത് പിഗ്മെന്റേഷൻ കുറയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ ട്രിക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ലോറിയൽ പാരീസ് ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി സിറം ഇറക്കിയിട്ടുള്ളത്. 2% മാത്രമേ അതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളൂ. അതേ ഗ്ലൈക്കോളിക് ആസിഡ് 5% എബോ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. പക്ഷെ അതിന്റെ കോൺസെൻട്രേഷൻ നോക്കുക, 2% കണ്ടലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സാലിസിലിക് ആസിഡ് വരുമ്പോഴത്തേക്ക് നമുക്ക് 2% ആണെങ്കിൽ സിറത്തിന്റെ ഫോമിൽ ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് 2% ഡെയിലി യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഫേസ് വാഷുകൾ ഉള്ളത്, അല്ലെങ്കിൽ 0.5% ഗ്ലൈക്കോളിക് ആസിഡിന്റെ ടോണേഴ്സ് കിട്ടുകയാണെങ്കിൽ, കിട്ടാനുള്ള ചാൻസ് കുറവാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ, കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ 2% നിങ്ങൾക്ക് ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്യാം. ലാക്റ്റിക് ആസിഡ് കോൺസെൻട്രേഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ 2% ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. നിങ്ങൾ ചില മോയ്സ്ചറൈസേഴ്സ് എടുത്തു നോക്കിയാൽ പോലും അതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ 2% കാണും. ഇത് ഡെയിലി യൂസിങ് മോയ്സ്ചറൈസേഴ്സ് ആണ്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. സ്കിന്റെ മെച്ചൂരിറ്റി അനുസരിച്ചിട്ടാണ് 5% നമ്മൾ വീക്കിലി ത്രൈസ് യൂസ് ചെയ്യണോ ടോയ്സ് യൂസ് ചെയ്യണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ കൺഫ്യൂഷൻ ആയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നക്ച്വലി പറഞ്ഞു തന്നാൽ നമ്മുടെ AHAs, അതായത് ഗ്ലൈക്കോളിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് പോലെയുള്ളവ 2% ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ 5% എബോ ആണെങ്കിൽ നിങ്ങൾ സ്കിൻ ടോളറേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം വീക്കിലി ത്രൈസ് യൂസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ വീക്കിലി വൺസോ ടോയ്സോ മാത്രം യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷനും വരാണ്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും വീക്കിലി വൺസോ ടോയ്സോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സാലിസിലിക് ആസിഡ് 2% ആണെങ്കിലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അത് ഫേസ് വാഷിന്റെ രൂപത്തിൽ തന്നെ യൂസ് ചെയ്യണം, സെറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതെല്ലാം എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൺസ്ക്രീൻ ഡെഫിനറ്റ്ലി നിങ്ങൾ മോർണിംഗിൽ യൂസ് ചെയ്യുക. ഈ സാധനങ്ങളെല്ലാം, ഈ ആക്റ്റീവ്സ് എല്ലാം നൈറ്റ്ലി യൂസ് ചെയ്യുക. മാത്രമല്ല തമ്മിൽ ഈ ആക്റ്റീവ്സ് മിക്സ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. അതായത് ഒരേ ബോട്ടിൽ അല്ലാത്തടത്തോളം കാലം ഡിഫറെന്റ് ബോട്ടിലാണെങ്കിൽ അറ്റ് എ ടൈം ഈ സാധനങ്ങൾ ലെയർ ചെയ്യാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മുടെ ബാക്ക് ആക്നെ വന്നിട്ട് അത് പോയിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാന്നുള്ളത്. കാരണം നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് ഭൂരിഭാഗം ആൾക്കാർക്കും ബാക്ക് ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രസ്സിങ് റിപ്പീറ്റ് ചെയ്തിടുന്ന പ്രോപ്പർ അല്ലാണ്ട് നമ്മൾ ഡ്രസ്സുകൾ റിപ്പീറ്റ് ചെയ്തിടുന്നുണ്ടെങ്കിൽ, നമ്മൾ ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്തിടുന്നുണ്ടെങ്കിൽ, ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നെങ്കിൽ, സ്വെറ്റ് ഒരുപാട് നേരം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രോപ്പറായിട്ട് ബോഡി കുളിക്കുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ ബോഡി ആക്നെ വരും. ബോഡി ആക്നെ വന്ന് നമുക്ക് എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞ ഹാബിറ്റ്സുകൾ മാറ്റിയിട്ട്. പിന്നെ സാലിസിലിക് ആസിഡ് ബോഡി വാഷും അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ ടോണറോ സിറംസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആക്നെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. ഒരു 2 to 3 വീക്സിനുള്ളിൽ നമുക്ക് എങ്ങനെയും ആക്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം വരുന്നത് ഇത് ലീവ് ചെയ്ത് പോകുന്ന പിഗ്മെന്റേഷൻ ആണ്. കാരണം ഫേസ് പോലെയല്ല നമ്മുടെ ബാക്ക് ആക്നയിൽ വരുന്ന പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാനായിട്ട് നല്ല കഷ്ടപ്പാടാണ്. ഞാനൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടാണ് അത് മാറ്റിയെടുത്തിട്ടുള്ളത്. കാരണം ടീനേജിന്റെ ടൈമിൽ എനിക്ക് നല്ല ബാക്ക് ആക്നെ ഉണ്ട്. ബാക്ക് ആക്നെ ഇൻ ദ സെൻസ് എനിക്ക് മുതു എങ്ങും കൊണ്ട് ചാരി വെക്കാനായിട്ട് പറ്റാത്ത അത്രയും ബാക്ക് ആക്നെ എനിക്ക് ഉണ്ടായിരുന്നു. ടീനേജിന്റെ ടൈമിൽ ഓൾറെഡി ഓയിലി സ്കിൻ ആണ്, പക്ഷെ ബാക്ക് ആക്നെ നമ്മൾ സ്കൂളിൽ രാവിലെ 6 മണിക്കൊക്കെ ട്യൂഷനൊക്കെ പോയി സ്കൂളിലൊക്കെ പോയി തിരിച്ച് വീടെത്തുമ്പോഴത്തേക്ക് കുളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കുളിക്കുമ്പോൾ പോലും എനിക്ക് സോപ്പ് തേച്ച് കുളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് സ്ഥിരം ഒന്നുകിൽ പിയേഴ്സ് അല്ലെങ്കിൽ പയറുപൊടി ഇട്ടേ കുളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പയറുപൊടി ഇട്ട് ഡെയിലി കുളിക്കുമ്പോൾ എന്റെ എന്താ പറയുക സ്കിൻ ബാരിയറിന് ഞാൻ ഡാമേജ് ആക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. അത് കാരണമാണ് എനിക്ക് ബാക്ക് ആക്നെ വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് ബാക്ക് ആക്നെ ബോധം വിവരം വന്ന് ഡോക്ടറിനെ കണ്ടിട്ട് തന്നെയാണ് എന്റെ ബാക്ക് ആക്നെ മാറിയത്. അത്രയും സിവിയർ ആയിരുന്നു എനിക്ക്. കാരണം പിന്നെ നമ്മൾ ആ ഒരു ടീനേജിന്റെ ടൈമിൽ നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെ ചെയ്യണം. ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറഞ്ഞു മോളെ ഇത് ഇന്ന പ്രശ്നമാണ്. അന്ന് കണ്ട ഡോക്ടർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ആളായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി പറഞ്ഞു നമ്മളെ ഇന്ന പ്രശ്നം കൊണ്ടാണ് നിനക്ക് വരുന്നത്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ബാക്ക് ആക്നെ പോയി. പക്ഷെ ലോങ് ടൈമിൽ ഞാൻ സഫർ ചെയ്ത പ്രശ്നമാണ് എന്റെ ബാക്ക് ആക്നയുടെ മാർക്സ് മാറ്റാനായിട്ട്. കാരണം എനിക്ക് കുറെ നാളത്തേക്ക് എനിക്ക് ബാക്ക്ലെസ് ആയിട്ട് ഡ്രസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു കോംപ്ലക്സ് അറിഞ്ഞു ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വളർത്താൻ തുടങ്ങി. ഹെയർ വളർത്താൻ ഇഷ്ടമില്ലാത്ത ആളായിട്ട് ഞാൻ ഹെയർ വളർത്താൻ തുടങ്ങി. എവിടെ പോയാലും മുടി അഴിച്ചിടാൻ തുടങ്ങി. അതും ഒരു പ്രശ്നമാണ്. ഞാൻ പറയത്തില്ലേ നമ്മൾ മുടി അഴിച്ചിടാൻ മുടി തട്ടുമ്പോഴും നമുക്ക് ബാക്ക് ആക്നെ വരും. അപ്പൊ വീണ്ടും ബാക്ക് ആക്നെ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ ഒരു ബുദ്ധിയും വിവരം വന്നിട്ട്, അതായത് ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി എന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക്
ബാക്ക് ആക്നെ വന്നു പോയി പാടലേ ഉള്ളൂ. നമുക്ക് ഏറ്റവും നന്നായിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യുന്ന AHA അടങ്ങിയ പ്രൊഡക്ട്സ് ആണ്. കാരണം AHA എന്ന് വെച്ചാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇത് നമ്മുടെ പിഗ്മെന്റേഷന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ, നമ്മുടെ ഡെഡ് സ്കിന്നിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാൻ AHA അടങ്ങിയ ബോഡി വാഷസും ബോഡി മോയ്സ്ചറൈസേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഞാൻ പറയും കെമിസ്ട്രി പ്ലേയുടെ ബോഡി വാഷും അതുപോലെ തന്നെ നമ്മുടെ വിഷ് കെയറിന്റെ 10% AHA അടങ്ങിയ ബോഡി ലോഷനും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ കൂടെ ഞാൻ മിസ് ഔട്ട് ചെയ്യാതെ യൂസ് ചെയ്ത സാധനമാണ് സൺസ്ക്രീൻ. ഈവൻ ദോ എന്റെ ബോഡിയുടെ ബാക്ക് പുറത്ത് കാണുന്നില്ലെങ്കിൽ പോലും ഞാൻ സൺസ്ക്രീൻസ് പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എവിടെയെങ്കിലും എനിക്ക് മുടി കെട്ടുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും എന്റെ ബാക്ക് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ സൺസ്ക്രീൻ വരെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ AHA അടങ്ങിയ ഒരു ബോഡി വാഷും AHA അടങ്ങിയ ഒരു ബോഡി ലോഷനും ഒരു സൺസ്ക്രീനും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഫെർദർ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ വാങ്ങിക്കാം. ഞാൻ യൂസ് ചെയ്ത 2 ടോണറാണ്. ഒന്നെന്ന് വെച്ചാൽ മിനിമലിസ്റ്റിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, അത് 8%. പിന്നെ നമ്മുടെ ഓർഡിനറിയുടെ ക്ലാസിക് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ. എനിക്ക് ഓർഡിനറിയെക്കാളും മിനിമലിസ്റ്റിനെക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഓർഡിനറിയാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രണ്ടും വർക്കി, പക്ഷെ ഒരു സ്റ്റെപ്പ് മുകളിൽ നിന്നത് എനിക്ക് ഓർഡിനറിയാണ്. ഇതും കൂടെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് ഡെയിലി ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് തന്നെ എന്റെ ബോഡി ടോളറേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ പിന്നെ ഒരു AHA ബോഡി മോയ്സ്ചറൈസർ ഇട്ടതുകൊണ്ട് എനിക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുമില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2-3 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പാർട്ടിൽ മാത്രം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഫസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബോഡി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 3 ദിവസം നിങ്ങൾ ഡെഫിനറ്റ്ലി ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ബോഡി മോയ്സ്ചറൈസർ നാസിനം അടങ്ങിയ അതോ നമ്മുടെ വാസന ഗ്ലൂട്ടാഹൈയിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്താലും മതി. ആക്റ്റീവ്സോ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വരും. സൺസ്ക്രീനും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയും കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നന്നായി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ വേറൊരു ആഡോണും കൂടെ ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് കെമിക്കൽ പീൽ, നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ പീൽ ഇല്ലേ, അതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് വെർഷൻ ആണ് ഓർഡിനറിയുടെ കെമിക്കൽ പീൽ. അത് ഞാൻ കറക്റ്റ് ആയിട്ട് ബേക്കിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. കറക്റ്റ് വീക്ക്ലി വൺസും യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നന്നായിട്ട് ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്തു. എക്സ്ഫോളിയേഷൻ നടന്നപ്പോഴത്തേക്കിന് ഒരു പരിധിവരെ പിഗ്മെന്റേഷൻ മാറാനായിട്ട് അത് എന്നെ ഹെൽപ്പും ചെയ്തു. അല്ലാണ്ട് ഞാൻ കോജിക് ആസിഡ് അതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫുൾ ആക്റ്റീവ്സ് യൂസ് ചെയ്തിട്ടാണ് എന്റെ പിഗ്മെന്റേഷൻ മാറ്റിയെടുത്തത്. എനിക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ബോഡിയുടെ സ്കിൻ നമ്മുടെ ഫേസിനെ പോലെ പെട്ടെന്ന് ബാരിയർ ഡാമേജ് ആവത്തില്ല. കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള സ്കിന്നാണ്, പെട്ടെന്ന് സ്കിൻ ബാരിയർ ഡാമേജ് ആവത്തില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം ഹൈ കോൺസെൻട്രേഷൻ ആക്റ്റീവ്സ് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് 12% വരെ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം നമ്മുടെ കയ്യിലും കാൽമുട്ടിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് അത് ബോഡിയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി യൂസ് ചെയ്ത് AHA അടങ്ങിയ ബോഡി വാഷ്. അതിനകത്ത് BHA ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ഫ്യൂച്ചറിൽ പിമ്പിൾസ് വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യും. ദെൻ AHA അടങ്ങിയ ഒരു ബോഡി മോയ്സ്ചറൈസർ, അതല്ലാന്നുണ്ടെങ്കിൽ AHA അടങ്ങിയ ഒരു ടോണർ, അതിന്റെ കൂടെ ഒരു AHA ഇല്ലാത്തൊരു ബോഡി മോയ്സ്ചറൈസർ, ദെൻ വീക്ക്ലി വൺസ് ഡെഫിനറ്റ്ലി ഒരു കെമിക്കൽ പീൽ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കെരാറ്റോസിസ് പൈലാരിസ്, അതായത് സ്ട്രോബെറി സ്കിന്നും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിക്കൽ പീൽ യൂസ് ചെയ്യുന്നതിന്റെ ആഴ്ചയിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്കൊരു സ്ക്രബും കൂടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഡവിൻ്റെത്, അതല്ലെങ്കിൽ നമ്മുടെ ബോഡി വൈസിന് 10% AHA അടങ്ങിയ സ്ക്രബ്. ഇങ്ങനെ ഏതെങ്കിലും സ്ക്രബ് ആൾട്ടർനേറ്റ് വീക്സിലും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വീക്കിൽ പീൽ യൂസ് ചെയ്യുക, ഒരു വീക്കിൽ സ്ക്രബ് യൂസ് ചെയ്യുക, നെക്സ്റ്റ് വീക്കിൽ പീൽ യൂസ് ചെയ്യുക, നെക്സ്റ്റ് വീക്കിൽ സ്ക്രബ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ യൂസ് ചെയ്താലും മതി. ഓർഡിനറിയുടെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അണ്ടർ റേറ്റഡിന്റെ നല്ലതാണ്, മിനിമലിസ്റ്റ് നല്ലതാണ്, ഡെർമക്കോയുടെ ഒക്കെ പീൽസുകൾ നല്ലതാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ ഇതായിരുന്നു ഇന്നത്തെ Q&A. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂ ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് Q&A ആയിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്, ലോങ് വീഡിയോ ആയിട്ട് തീർക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇത് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും വേറെ ഫ്രണ്ട്സോ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോ ആയിട്ടില്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് Thursday കാണുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.